ഒരു കുഞ്ഞിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഈ പറയുന്ന അലൻ ജോസഫ് കിഡ്നാപ്പ് ചെയ്ത് ഈ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് സാറിന് ആരോ മിസ്സൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ ആരും അങ്ങനെ താമസിക്കാൻ വന്നിട്ടില്ല സാർ. ഗൗരി, ഗൗരി വരൂ. ഇവരുടെ അടുത്ത് തന്നെയല്ലേ കുഞ്ഞുള്ളതായി തനിക്ക് സംശയം? അതെ സർ. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സാർ, ഇവിടെ ആരുമില്ല. അത് ഞങ്ങൾ കൂടി ബോധ്യമാവണല്ലോ. അത് തരും നോക്കടോ. ശരി സർ. ഇസയ്ക്ക് അലനെ എങ്ങനെ പരിചയം? അലൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് മാത്രമല്ല, സ്റ്റേറ്റ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അലൻ ജോസഫ് ഇപ്പോ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താ ചോദിച്ച കേട്ടില്ലേ? നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. തോന്നേ ഉള്ളൂ? നാട്ടിലുണ്ട് സർ. നാട്ടിലെവിടെ? അതെനിക്കറിയില്ല സർ. പിന്നെ അയാൾ നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊരു ദിവസം അലൻ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. എന്ന്? ഏകദേശം ഒരാഴ്ചയായി കാണും. വന്നപ്പോ അയാളുടെ കൂടെ ആ കുഞ്ഞുണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, അലൻ തനിച്ചായിരുന്നു വന്നത്. എന്നിട്ട് അയാൾ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നാട്ടിൽ വന്നപ്പോ വെറുതെ ഒന്ന് കണ്ടുപോകാൻ കയറിയതാണെന്നാ പറഞ്ഞത്. സാർ. എന്തായിടോ? അകത്താരുമില്ല സാർ. സാർ, അകത്തെ റൂമിൽ നിന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കിട്ടി. ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ആരാ ഇപ്പോഴും ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിക്കുന്നത്? പറയണം മാഡം, ഇത് ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? സാർ, ഇതിവിടുത്തെ മെയ്ഡിന്റെ ആണ് സാർ. അവരുടെ കുട്ടിയെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാ. ഇസബെല്ല കള്ളമാണല്ലോ പറയുന്നത്. അല്ല സാർ, അവൾ പറഞ്ഞത് സത്യോ. ഈ ബോട്ടിൽ അവരുടേത് തന്നെയാ. ഈ സെർവന്റ് വീട് എവിടാ? വീട് ശംഖുമുഖത്താണ് സാർ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ പറഞ്ഞത് കള്ളക്കഥയാണെങ്കിൽ മാഡത്തിനും നീസിനും അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ശരി, വരൂ. അവര് പറഞ്ഞത് നുണയാണെന്ന് തോന്നുന്നു. അതെനിക്കും തോന്നി. പക്ഷേ ഇപ്പോ അവരെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ലല്ലോ. ആദ്യം അവർ പറഞ്ഞത് സത്യമാണോന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി സർ. കുട്ടി വണ്ടി കയറി. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ശരി. ഗൗരി, ഞങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ചെയ്യിച്ച അടങ്ങുന്ന നിങ്ങൾക്കായിരുന്നല്ലോ വാശി. അന്ന് വന്നപ്പോ എന്നെ ഇവിടെ ഇറക്കി വിട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്തിനാ ഗൗരി അലനെ ഇങ്ങനെ സംശയിക്കുന്നത്? അയാൾ തന്റെ ചേച്ചിയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. പ്ലീസ് ബിലീവ് ഹിം. വേണ്ട, ഒരിക്കൽ അയാൾ എന്റെ ചേച്ചിയെ രക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ചതിന്റെ ഫലമാണ് ആ പാവം ഇപ്പോഴും അനുഭവിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ചതിക്കപ്പെടാൻ എന്റെ ചേച്ചിയെ ഞാൻ വിട്ടു തരില്ല. അതിനുവേണ്ടി ആരും ശുപാർശയും കൊണ്ട് വരണ്ട.
ഛേ, എല്ലാം കൈവിട്ട് പോയില്ലൂടി മോളെ. ആ നാശം പിടിച്ച പെണ്ണ എല്ലാറ്റിനും കാരണം. എന്നെ പറ്റിച്ചായ അലൻ ആ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് മുങ്ങിയെന്ന് ഗോഡ്വിനിപ്പോ വിളിച്ചതേ ഉള്ളൂ. എന്നതാ ഇച്ചായ അയാളുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം? നമ്മുടെ പ്ലാൻ എങ്ങാനും ചോർന്നോ? ഏയ്, ഇത് അതൊന്നുമല്ല കാര്യം. ഗൗരിക്ക് എങ്ങനെയോ ന്യൂസ് കിട്ടി അലനും കുഞ്ഞും ആ വീട്ടിലുണ്ടെന്ന്. ഇന്ന് പോലീസിനെ കൂട്ടി അവൾ അവിടെ ചെന്നിരുന്നു. അത് മണത്തറിഞ്ഞ അവൻ ആ കുഞ്ഞിനെ കൊണ്ട് അവിടുന്ന് മുങ്ങിയേക്കുന്നത്. ഛേ, എന്നാ എണ്ണം കെട്ട പണിയായി പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നില്ലായിരുന്നില്ലേ ഈ രാത്രി കൊണ്ട് ആ കൊച്ചിന്റെ വിധി മറ്റൊന്നാവുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ പണ്ണ പെണ്ണ് ഇങ്ങനൊരു പണി ഒപ്പിക്കുന്നു നമ്മൾ അറിഞ്ഞോ? അയാൾ എങ്ങോട്ടാ മുങ്ങിയതെന്ന് ഗോഡ്വിൻ വല്ല സൂചന കിട്ടിയോ ചായ? ഏയ് ഇല്ല, അവനും ഇങ്ങനെ ഒരു ടിസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഗൗരിയിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്ന അവൻ എങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയെന്നാ? അതിലിത്ര അതിശയിക്കാൻ ഒന്നുമില്ല ചായ. അലനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഗായത്രിക്കും ഗൗരിക്കും പാസ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള കുഞ്ഞാടായിരിക്കുന്നു ഉറപ്പല്ലേ? അപ്പൊ ചേച്ചിക്ക് ആ കുഞ്ഞിനെ കിട്ടരുതെന്ന് കരുതി അനിയത്തി ഒരു മുഴം മുമ്പേ നീട്ടി എറിഞ്ഞതായിരിക്കും ആ പോലീസ് കംപ്ലൈന്റ്. ആ, ആരൊക്കെ എവിടെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവനെ നമ്മൾ പൊക്കിയിരിക്കും മോളെ. അന്നേരേ മാന്യന്മാര് ചമഞ്ഞ് നടക്കുന്നവന്റെ ഒക്കെ പൂച്ച് പുറത്ത് ചാടുവേ. നിന്റെ ജീവിതം കട്ടപ്പുകയാക്കിയിട്ട് ഇവിടെ ഒരു തെണ്ടി അങ്ങനെ ഞെളിഞ്ഞു നടക്കാന്ന് വിചാരിക്കണ്ട മോളെ. അത് ഇച്ഛായം ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കുകയല്ല. അത് ഇനി ആരാണെന്ന് പറഞ്ഞാലും അവനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എടാ ഉവേ, എന്നതേലും പറയാനുണ്ടെങ്കിൽ അത് ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം. അല്ലാതെ ചില ചാവാലികളെ പോലെ വെറുതെ കിടന്ന് കുരയ്ക്കാടാ. അല്ലേലും നിനക്ക് പിന്നീന്ന് കുത്തിയാണല്ലോ പണ്ടേ ശീലം. ഇയാള് കൂടുതൽ നല്ല പിള്ള ചമയൊന്നും വേണ്ട. എന്റെ ഭർത്താവിന് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കുന്നത് താനാണെന്നേ ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പിന്നെ അങ്ങനെ വേണോലടി പെങ്ങളെ. ഒന്നുമില്ലേലും അവൻ നിന്റെ കെട്ടിയോനല്ലേ. പെങ്ങളുടെ കെട്ടിയോന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അളിയന്മാരെന്ന നിലയിൽ ഞങ്ങളുടെ ബാധ്യതയല്ലേ? അല്ലേ അനിയ? അതിന് ഇവളെന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇയാളെ ഒരുപാട് അങ്ങനെ സ്മാർട്ട് ആവണ്ട. പണി ഞാൻ തരും. ഇവളുടെ ജീവിതം താറുമാറാക്കിട്ടെ ഒരുത്തനെയും താൻ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോവുകയല്ല. നീ എന്നാ ചെയ്യുമെന്നാ? ഒരു ചുക്കും ചെയ്യില്ല. അതിന് നിനക്കവനെ വിട്ടു തന്നിട്ട് വേണ്ടേ? അപ്പൊ ഞങ്ങള് സംശയിച്ചത് വെറുതെ ആയില്ല. അയാള് തന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. അത് നിങ്ങൾ തന്നെയല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്? എടി മോളെ, നിന്നോട് മര്യാദ ഞാൻ ആദ്യം പറഞ്ഞതാ. നീയും അല്ലനും തമ്മിൽ ഈ ജന്മത്തെ ഒരുമിച്ച് പോയില്ല. അപ്പൊ അത് കേൾക്കാതെ നീ എന്നെ വേദപുസ്തകം പഠിപ്പിക്കാൻ വന്നു. നിന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നത് നിന്റെ ഇഷ്ടമായിരിക്കാം. അത് നശിപ്പിക്കണോ നന്നാക്കണോ എന്നൊക്കെ നീ തീരുമാനിച്ചാൽ മതി. പക്ഷെ നീയും ഇവനും ഒക്കെ കാരണം കുറച്ച് നല്ല മനുഷ്യരുടെ ജീവിതം നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഞാൻ അവരെ സഹായിച്ചെന്നിരിക്കും. അത് തടയാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കൽ കിട്ടിയതൊന്നും പോരായാൾക്ക്. അലനെ ഒന്ന് തപ്പിയെടുക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞിട്ടാവാം ഇയാളുടെ പങ്ക് തീർക്കല്. ഹലോ ചായ. എന്തായി ഗോഡ്വിൻ, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, സംശയമുള്ളിടത്തെല്ലാം നമ്മുടെ പിള്ളേരെ കറങ്ങുന്നുണ്ട്. എന്നാ പിന്നെ നീ സണ്ണിയെ ഫോളോ ചെയ്തോണം. അവനിപ്പോ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അലൻ അവന്റെ കസ്റ്റഡി തന്നെയുണ്ട്. അതിപ്പോ അയാൾ തന്നെ ഞങ്ങളോട് സമ്മതിച്ചതേ ഉള്ളൂ. ഓ, അത് ശരി. എന്നാ പിന്നെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. സ്ഥലം ഞാൻ തപ്പിയെടുത്തോളാം. അയാള് ഇപ്പൊ ഇറങ്ങിയേ ഉള്ളൂ. ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഫോളോ ചെയ്തോളാം.
താൻ ഇത്ര അപക്വമായി പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൗരി. വെറും ബാലിശമായി പോയി. അതുകൊണ്ട് താൻ എന്താ നേടിയത്? അലനെയോ കുഞ്ഞിനെയോ തനിക്കോ താൻ കൊണ്ടുപോയ പോലീസുകാർക്കോ അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? നേടി. മാന്യമായി കഴിയുന്ന 2 സ്ത്രീകളെ അവമാനിക്കാൻ കഴിയും. ഛേ, തന്നെ പോലൊരു കുട്ടിയിൽ നിന്ന് ഇത്തരം ചീപ്പായൊരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു ഗൗരി. മിടുക്ക് കാണിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്നു. എന്നതാ, തനിക്കൊന്നും പറയാനില്ലേ? എല്ലാവരുടെയും കണ്ണിൽ കുറ്റക്കാരി ഞാനായ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. സണ്ണിച്ചേട്ടൻ എന്താ എന്റെ ഭാഗത്തു നിന്ന് ആലോചിക്കാത്തത്? അയാളെ കാണണമെന്ന് ഞാൻ സണ്ണിച്ചേട്ടനോട് പറഞ്ഞപ്പോ എവിടെയാ എന്താന്നൊന്നും അറിയില്ല എന്ന് കള്ളം പറഞ്ഞെന്നെ ഒഴിവാക്കി. ഞാൻ പോലീസിനെ കൂട്ടിയൊന്നുമല്ല ആ വീട്ടിൽ ആദ്യം പോയത്. മാന്യമായി ഞാൻ അയാളോട് കാര്യം പറയാൻ ചെന്നപ്പോ അയാളെ എന്റെ മുമ്പിൽ ഒളിച്ചു കളിച്ചത്. പിന്നെ എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്നും പറഞ്ഞ് ആ സ്ത്രീകളെ കൊണ്ടൊരു ഭീഷണിപ്പെടുത്തലും. ആ വിരട്ടലിലും ഭീഷണിയിലും ഒന്നും ഞാൻ പേടിക്കില്ലാന്ന് എനിക്ക് അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ആ സ്ത്രീകളെ കരുതിക്കൂട്ടി അപമാനിക്കൽ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യമെന്ന് സണ്ണിച്ചേട്ടന് തോന്നുന്നുണ്ടോ? അയാൾ മോളെയും കൊണ്ട് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതെ, അലനും കുഞ്ഞും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ചിലപ്പോ ഇതുപോലുള്ള മണ്ടത്തരം കാണിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനാ അവരെ മറ്റൊരിടത്തേക്ക് സേഫായി മാറ്റിയത്. എന്താ, അതിന്റെ പേരിൽ ഇയാൾ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയോ എന്നെ അറസ്റ്റ് ചെയ്യിക്കുകയോ എന്ത് വേണേലും അയക്കൂ. നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യം. അലനും കുഞ്ഞും സുരക്ഷിതമായി തന്നെയുണ്ട്. മാത്രമല്ല, അധികം താമസിയാതെ ഗായത്രിയും കുട്ടി അയാൾ ഈ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. ഇനി അത് തടയാൻ അനിയത്തിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി പെട്ടെന്നങ്ങ് വേണം. ഇനി ഞാനായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് പരാതി പറയരുത്. ഇയാൾ എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അമ്മാളും അലന്റെ കുഞ്ഞാണെന്നുള്ളത് സത്യമാണ് ഗൗരി. ദേഷ്യവും വൈരാഗ്യമൊക്കെ മറന്ന് അലനും ഗായത്രിയും ഒന്നിക്കുകയാണെങ്കിൽ അമ്മാളുവിന് അതിന്റെ അപ്പനെ അമ്മയും തിരിച്ചു കിട്ടുകയാണ്. ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ അതിൽ പരം എന്ത് സന്തോഷമാണ് തനിക്ക് വേണ്ടത്? അങ്ങനെ കരുതി സന്തോഷിക്കേണ്ടതിന് പകരം ആ അവസരം ഇല്ലാതാക്കാനാണ് താൻ നോക്കുന്നത്. അമ്മാളൂന് അവളുടെ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടുമെന്ന് സണ്ണിച്ചേട്ടന് ഉറപ്പുണ്ടോ? എങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല. ചേച്ചി ഒപ്പം കൂട്ടാൻ നോക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിൽ അയാൾ എന്റെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം വേണ്ടത്. അല്ലാതെ അതിനു പകരം ഇങ്ങനെ ഒളിച്ചുകളി നടത്തുകയല്ലായിരുന്നു വേണ്ടത്. അങ്ങനെ ഒരു തർക്കത്തിനൊന്നും ഞാനില്ല ഗൗരി. അലന്റെ ഉദ്ദേശം എന്താണെന്ന് കൺവിൻസ്ഡ് ആകേണ്ട ഒരേ ഒരാൾ ഗായത്രിയാണ്. അവൾ അലനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മളായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇത് തന്നെ ഏൽപ്പിക്കാൻ സുരേന്ദ്രൻ തങ്ങളുടെ കയ്യിൽ ഗായത്രി കൊടുത്തുവിട്ടതാ. പിടിക്ക്. എന്താ ഇത്? നിങ്ങൾ ഒരുമിച്ചാണെന്നുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഗായത്രി ഒപ്പിട്ട കടലാസാണിത്. അതിനോടൊപ്പം ഒന്നുകൂടിയുണ്ട്. കോടതി മുഖാന്തരം അനുവദിച്ചു കിട്ടിയ സകല സ്വത്തുക്കളുടെ അവകാശം ഗൗരിക്ക് വിട്ടു നൽകുന്നതായി ഗായത്രി എഴുതി വെച്ച സമ്മതപത്രവും. നിന്നോട് അവൾക്കൊരു ദേഷ്യമില്ലെന്നും അലനോടൊപ്പം പോകുന്നതിൽ തന്റെ അനിയത്തി തന്നോട് പിണങ്ങരുതെന്ന് പറയാൻ അങ്കിളിനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പുത്തേഴത്തമ്പിക അവളെ വീട്ടുതടങ്കിലിട്ടേക്കുന്നതുകൊണ്ടാ നേരിട്ട് വരാൻ ഗായത്രിക്ക് പറ്റാത്തത്. അല്ലെങ്കിൽ അവൾ തന്നെ വന്ന് തന്നോടിത് പറഞ്ഞേനെ. നന്നായി സണ്ണിച്ചേട്ടാ, സന്തോഷായി എനിക്ക്. എന്റെ ചേച്ചിക്ക് എന്നെ ഇത്രയെങ്കിലും അറിയിക്കാൻ തോന്നിയല്ലോ. സന്തോഷായി. ആ കവർ തന്നവരെ തന്നെ തിരിച്ചേൽപ്പിക്കണം. ഗൗരിക്ക് ആരുടെ ഒരു സമ്മതപത്രം ആവശ്യമില്ല. എല്ലാം ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നില്ല ഞാൻ ഇത്ര നാളെ ശ്രമിച്ചതും ജീവിച്ചതും. എനിക്ക് എന്റെ ചേച്ചിയും കുഞ്ഞുമൊക്കെ തന്നെയായിരുന്നു എന്നും ഏറ്റവും വലിയ സ്വത്ത്. പിന്നെ ഉണ്ടായിരുന്ന സ്വത്ത് എന്റെ അച്ഛനും അമ്മയൊക്കെയാ. അവരൊക്കെ തിരിച്ചു കിട്ടാനാവാത്ത വിധം കൈവിട്ടു പോയല്ലോ. ഞാൻ ആർക്കു വേണ്ടി ജീവിച്ചോ അവരൊന്നും ഒപ്പമില്ലാതെ ഗൗരിക്ക് മാത്രമായിട്ട് എന്തിനാ സണ്ണിച്ചേട്ട ഈ കാശ് സ്വത്തുമൊക്കെ? ഒരു ചില്ലി കാശില്ലാതെ ഗർഭിണിയായ ഒരു ഭ്രാന്തി പെണ്ണിനെയും കൊണ്ട് വഴിപിഴയ്ക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണോ പ്രയാസം? ഗൗരി, കേസ് നടത്തിയതും വിധി സമ്പാദിച്ചതും ഒക്കെ അതൊന്നും ഗൗരിക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായിരുന്നില്ല. എന്റെ ചേച്ചിക്കും
അവളുടെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടി ചേച്ചി ഒന്നും ദാനമായിട്ട് തരണ്ടെന്ന് പറഞ്ഞേക്ക്. അയാളോടൊപ്പം പോകുന്നതാണ് ചേച്ചിക്ക് ഇഷ്ടമെങ്കിൽ ആയിക്കോട്ടെ. ഇനി എനിക്കതിലൊരു വിഷമവും ഇല്ല. ഒരിക്കലും ഞാനായിട്ടത് തടയാൻ നോക്കുകയില്ല. പക്ഷെ അതിനുവേണ്ടി ഗൗരിയുടെ സ്നേഹത്തിന് ഇങ്ങനെ വില പറയരുതെന്ന് മാത്രം ചേച്ചിയോട് പറഞ്ഞാൽ മതി. കാളിയമ്മയുടെ പ്രസാദമാ, കഴിച്ചോളൂ. ശത്രുദോഷബാധകൾ ഒഴിഞ്ഞു പോവട്ടെ. കഴിച്ചോളൂ, വാങ്ങിക്കോളൂ. കഴിച്ചോളൂ. ഭദ്രകാളി ഭദ്രകാളി ഓം ചുടാ ചുടലേ മറുതേ ഓം ഒഴിഞ്ഞു പോ ഓട്ടെ ഒഴിഞ്ഞു പോട്ടെ അങ്ങനെ ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോ